ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ 2 ദിവസം മുമ്പേ നമ്മളൊരു ന്യൂസിനകത്ത് കണ്ട 2-3 ദിവസമായിട്ടുണ്ട്. ന്യൂസിനകത്ത് നമ്മൾ കണ്ടിരുന്നല്ലോ കണ്ണൂർ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 23 വയസ്സുള്ള ഒരു സ്നേഹാമള്ളി എന്ന് പറയുന്ന ഒരു പെണ്ണ് പീഡിപ്പിച്ചത്, അത് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പം ആദ്യമേ അത് കണ്ടപ്പോൾ തന്നെ അങ്ങ് പേടിച്ചു ഒരു ഞെട്ടിപ്പോയി. അയ്യോ ഇതെന്താണ് നടക്കുന്നതെന്ന്. പിന്നെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഇപ്പം കണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് വരുന്നത് കൊണ്ട് അതും നിസ്സാരമായിട്ട് അതും ആ കുട്ടി, ആ 12 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് ഫോൺ, ആ ടീച്ചർ എന്തോ അതിനൊരു സംശയം തോന്നി, ടീച്ചറിന് എന്തോ ഒരു സംശയം തോന്നി, ആ ഫോൺ ബാഗ് സെർച്ച് ചെയ്തപ്പോഴാണ് ഫോൺ കിട്ടിയെന്നാണ് ന്യൂസിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫോൺ കണ്ട് അതിനകത്ത് വിവരങ്ങളെല്ലാം കൂടിയാണ് ഇത് പുറത്താക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഈ 12 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ജസ്റ്റ് മേ ബി ഞാൻ നോക്കിയിട്ടൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായമേ ആകത്തു അല്ലേ, ആ ഒരു ഇതല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫോണൊക്കെ മേടിച്ച് വീട്ടുകാർ കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരങ്ങനെ ഫോൺ കൊടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ 23 വയസ്സുള്ള മെർലിൻ എന്ന് പറയുന്ന പെണ്ണ് ചിലപ്പം കൊടുത്തേ ആകാം. കാരണം ആ പെണ്ണ് നേരത്തെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുത്തു എന്നൊക്കെ ഒരു ന്യൂസ് അതിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ 12 വയസ്സുള്ള പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എങ്ങാനും മേടിച്ച് കൊടുത്തതാണോ എന്ന് ഇനി അറിയത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ വീട്ടുകാർ ജസ്റ്റ് ചെക്ക് ചെയ്യും. ടീച്ചർമാർക്ക് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതിപ്പോൾ ഇല്ല. കാരണം കുട്ടികളുടെ അങ്ങനെ വീട്ടുകാർ ചെക്ക് ചെയ്യുമല്ലോ. എന്തായാലും പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും മൊബൈൽ, ബാഗ്, ബുക്ക്, പേന, പെൻസിൽ, ബോക്സ്, അങ്ങനെ മാക്സിമം നമ്മളൊക്കെ വീട്ടുകാർ നോക്കുമല്ലോ. അപ്പോൾ അതുപോലെ പോലും ഇതെന്താണെന്ന് നോക്കാത്തത്. ഇങ്ങനെ അല്ലെങ്കിലും ജസ്റ്റ് ഇപ്പം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ വീടിൻ്റെ മുറ്റത്തുനിന്ന് കയറിപ്പോയി സ്കൂളിൽ ചെന്നിറങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് നേരെ അങ്ങനെ അത്രയും സേഫ്റ്റി ആയിട്ട് വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഫോണും കാര്യങ്ങളും ഒക്കെ ഈ വീട്ടുകാർ എന്താണ് ശ്രദ്ധിക്കാഞ്ഞത്? അതല്ല അവർ മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പോലും ബാഗ് സുരക്ഷിതമായിട്ടൊന്ന് നോക്കുന്ന വീട്ടുകാരാണെങ്കിൽ പോലും അത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. വീട്ടുകാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാരണം. അതാണ് ഇങ്ങനെയുള്ള വാർത്തകളിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ പുറത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇപ്പം തന്നെ ഇത് പുറത്ത് വന്നത് തന്നെ മെയിനായിട്ടും ആ ടീച്ചർ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഫോൺ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്ത് വന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അങ്ങനെ പുറത്ത് വരത്തില്ല അല്ലേ? അപ്പം ഇതിൻ്റെ അപ്പുറവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അങ്ങനെ അധികമൊന്നും പുറത്ത് വരുന്നില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ അധികം ആരും പുറത്തൊന്നും വിടാറില്ല. ഇപ്പം എന്തായാലും സ്നേഹാമള്ളിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് പിക്കുമൊക്കെ എന്തായാലും പുറത്ത് വിട്ട് അത് തന്നെ മാധ്യമങ്ങളും എല്ലാം ന്യൂസും ചെയ്തത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കോ? ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഈ ന്യൂസിനകത്തൊന്നും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസും ന്യൂസും ഒക്കെ കാണുമ്പോൾ തന്നെ സത്യത്തിൽ പേടി വരുവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പെണ്ണല്ലെങ്കിലും ആണാണെങ്കിലും നമ്മുടെ മക്കൾ തന്നെയല്ലേ സമൂഹത്തിലോട്ട് വളർന്നിറങ്ങുന്നത്. അതുങ്ങൾ നാളെ എന്താണ് ഏതാണെന്ന് അറിയത്തില്ല. എന്നാലും നമ്മളവർ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. പക്ഷേ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലേ? ഇപ്പോഴത്തെ സമൂഹവും അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ഈ ഒരു ലഹരിയും കാര്യങ്ങളും എല്ലാം ആ ഒരു രീതി പോകുന്നത് കൊണ്ട് എല്ലാ തള്ളമാർക്കും തന്നമാർക്കും ഒരു ആദിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ആ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം പോലും അറിഞ്ഞത്. ഈ കൊച്ചിനെ കുറേ നാളുകൊണ്ടേ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടി അത് ആരോടും പറയാതെ കണ്ട് ഈ സ്നേഹമല്യം കൊടുക്കുന്ന ഓരോ സമ്മാനങ്ങൾ ഒക്കെ ആ ഒരു ഇതിനങ്ങ് അഡിക്റ്റായി പോയി എന്നാണ് ഇപ്പോഴത്തെ തലമുറയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ. അത് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നെങ്കിൽ ജസ്റ്റ് അതെൻ്റെ അമ്മയോട് പറയാം, അല്ലെങ്കിൽ അത് ടീച്ചറോട് ആരോടെങ്കിലുമൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ആ ഒരു സമ്മാനത്തിന് വേണ്ടി ഈ കൊച്ചും കൂടെ അതിനങ്ങ് അഡിക്റ്റായി പോയി എന്നാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഈ സ്നേഹയെന്ന് പോലുള്ള പെൺപിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ, ഈ കൊച്ചു പെൺപിള്ളേർ 12 വയസ്സുള്ള പെണ്ണിനെ അതുപോലെ 14 വയസ്സുള്ള ആ ഒരു ആൺകുഞ്ഞിനെ ഇവൾ പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് തന്നെയല്ല, ഇവളാണെങ്കിൽ ഇച്ചിരി സാമർത്ഥ്യമൊക്കെ കാണിച്ച് എന്താ പറയുക കയ്യിലിരുന്ന ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഒരാടെ തലയ്ക്കടിച്ച് അങ്ങനെ കുറേ കേസിലൊക്കെ ഇവൾ പെട്ട് നിൽക്കുക. ഇവളെ സമയത്തങ്ങനെ കെട്ടിച്ച് വിടണമായിരുന്നു, അതായിരുന്നു വേണ്ടത്. അങ്ങനെ കെട്ടിച്ച് വിട്ടായിരുന്നെങ്കിൽ ഈ പിള്ളേരുടെ ഭാവി ഇന്ന് നല്ല രീതിയിലെങ്കിലും ആയിപ്പോയേനെയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരുണ്ടല്ലോ മുള്ളുമുരുക്കാണ് ഇവളുമാർക്കൊക്കെ ശരണം. നല്ല പെൺകുട്ടികൾക്കും കൂടി വെറും ഒരു അപമാനമായിട്ട് തീരുന്നവളുമാരാണ് ഇവളുമാരൊക്കെ കേട്ടോ. ഇവളുമാരെയൊക്കെ എന്ത് പറഞ്ഞാലും മതി വരുന്നില്ല സത്യം.
കാരണം നമ്മളെപ്പോലുള്ള കുറച്ച് നല്ല ആൾക്കാരെ വെറും പറയിപ്പിക്കാനായിട്ടുണ്ടായ ഒരു വിഷവിത്താണ് അവൾ. നല്ലതെന്ന് പറഞ്ഞപ്പോഴേ ആദ്യമേ ഇതിനെയൊക്കെ അങ്ങ് കൊന്നു കളയണ്ടായില്ലായിരുന്നു. എന്തിനാ ഇവളെ ഇപ്പം പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അഫാനെ ചെയ്തതുപോലെ തന്നെ തെളിവെടുപ്പിന് ഇതിനും കൊണ്ടുപോകുമ്പോൾ ബിരിയാണി വേണില്ലെങ്കിൽ തൊഴലേ മാറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അയ്യോ പൊന്നേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. നമ്മൾ കണ്ടതാണല്ലോ തെളിവെടുപ്പിന് കൊണ്ടുപോയതും. അതുപോലെ തന്നെ അവനെ പിന്നെ സാറേ ബിരിയാണി ഇല്ലയോ, എന്ത് ചിക്കൻ ഇല്ലയോ, മട്ടൻ ഇല്ലയോ, മീനില്ലയോ എന്നൊക്കെ ചോറിൻ്റെ കൂടെ തിന്നാൻ ചോദിച്ചതും ഒക്കെ അതല്ലേ ന്യൂസിനകത്തും ഒക്കെ നമ്മൾ ഓരോ വാർത്തയ്ക്കകത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് ഇവളും ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്തിട്ട് അവർ സേഫ് ആകാൻ വേണ്ടി അവർ ഓടി ഒളിക്കുന്നത് എവിടെയാണെന്ന് അറിയാം, ജയിലിനകത്താണ്. അവിടെയാണ് അവർക്ക് സേഫ്. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്നൊക്കെ പറയാൻ ജയിലിൽ കിടക്കുന്നതോ പോലീസുകാരെ കണ്ടാൽ പോലും, എനിക്ക് സത്യത്തിൽ ഞാനിതുവരെയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല കേട്ടോ. ഇന്നോളം ഞാൻ കയറിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ. എനിക്ക് പോലീസുകാർ എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വിറയ്ക്കും കേട്ടോ. എനിക്ക് പേടി. ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോലീസുകാരെ കണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇതേ ഉള്ളൂ. നമുക്കല്ലാതെ നമ്മളോട് എന്തെങ്കിലും അവരൊന്ന് മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ പേടിയാണ് പോലീസുകാരെ കേട്ടോ. അങ്ങനെയുള്ള കാലമായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം തെറ്റ് ചെയ്യുക, നേരെ പോയി ജയിലിൽ പോയി കിടക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ഇതാണ് ഇതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല.